കണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. പക്ഷേ ഇന്ന് കണ്ടത് മുതൽ എൻ്റെ മനസ്സിൽ തുടക്കി കിടക്കുക. എന്താണെന്ന് വെച്ചാൽ അതൊരു കണ്ടില്ല, അത് കാണുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റ്നെസ്സോ എന്താ ഈ സാധനം നമുക്ക് നോക്കാം. ഓക്കെ, മൾബറി ലീവ്സ് നമ്മുടെ നാട്ടിലുണ്ടോ? മൾബറി ലീവ്സ് അതിനൊരു ഇങ്ങനെ സാധനം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മൾബറി ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, മൾബറി ലീവ്സ് എന്തിനാണെന്നറിയില്ലേ? പട്ടുനൂൽ പുഴുക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൾബറി ചെടികൾ. അപ്പോൾ അത് നമ്മൾക്കും തിന്നാം, പട്ടുനൂൽ പുഴുക്കളെ പോലെ. ആദ്യം നടക്കുക അതിൻ്റെ വലുപ്പമുള്ള നല്ല തളിർത്ത് നിൽക്കുന്ന ഇലകൾ ഇങ്ങനെ പെറുക്കി എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ നല്ല കഴുകി എടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒരതി പിഴിഞ്ഞെടുക്കൽ എങ്ങനെ നമ്മൾ പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ക്ലോത്തൊക്കെ ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ബാമ്പുവിൻ്റെ കൂടയിൽ ഇങ്ങനെ അരിച്ചെടുക്കുക. അതിൻ്റെ താഴെ അപ്പോൾ നല്ല മൾബറി ചെടിയുടെ ഈ പറഞ്ഞ നീര് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി കുറച്ച് വൈക്കോലെടുത്തിട്ട് അതിനെ ഒന്ന് കത്തിക്കുക. ചാരമാക്കി മാറ്റിയിട്ട് ആ ചാരം വേറൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ തള്ളി ഈ പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക തുണി ഉപയോഗിച്ച്. ഇത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. എന്നിട്ട് ഈ ചാരം എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൾബറിൻ്റെ എക്സ്ട്രാക്റ്റിൽ അത് മിക്സ് ചെയ്യുക. കുറച്ചെടുത്തിന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കോലത്തിലായി ജെല്ലി മിഠായില്ലേ അതിൻ്റെ കോലത്ത്. കുറച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക, ഒരു രസം കിട്ടാൻ ടേസ്റ്റ്. കുറച്ച് ഉള്ളിയും കുറച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഒരു മുളക് പൊടി, ലേശം സോയ് സോസും, സിമ്പിൾ. എന്തൊക്കെയാണ് സാധനം ഇതൊക്കെ തിന്നാൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ചൈനയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മലപ്പുറം ചെടി ഇവിടെ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങളാരും തിന്നിട്ടുണ്ടോ അത്?